ഞാൻ റീത്ത പോള് കഴിഞ്ഞ 25 വർഷമായി അങ്കമാലി നഗരസഭയുടെ സാന്നിധ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം വീണ്ടും 5-ാം വാർഡിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഞാനിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ജനങ്ങൾ എനിക്ക് നൽകിയ സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 25 വർഷം തുടർച്ചയായിട്ട് എനിക്ക് 5 ടൈമിലും ജയിച്ചു വരാനായിട്ട് സാധിച്ചത്. കാരണം എൻ്റെ പിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം 10-20 വർഷം നഗരസഭ പഞ്ചായത്തായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം കാണിച്ച മാതൃകയാണ് ഞാൻ ഇന്നും പിന്തുടരുന്നത്. അദ്ദേഹത്തിന്റെ നന്മ ജനങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികളൊക്കെ ജനങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ഇന്നേ വരെ ഒരു കളങ്കം ഉണ്ടാക്കിയിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് അവരെ നല്ല രീതിയിൽ എനിക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അവരോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനും സാധിച്ചു. ഞാൻ സഭയിൽ 2000 കൗൺസിലറായി കയറിയിട്ട് 5 വർഷം കൗൺസിലറായി തന്നെയാണ് ഇരുന്നത്. പിന്നീടുള്ള 5 വർഷം 4 വർഷം നമ്മൾ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ടിരുന്നു. പിന്നീട് വന്നപ്പോൾ 5 വർഷം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പിന്നെ നമ്മൾ 5 വർഷം നമുക്ക് ഭരണം കിട്ടിയില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു. പിന്നെയുള്ള ഫസ്റ്റ് 3 വർഷക്കാലം നമ്മൾ വൈസ് ചെയർമാനായിട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടിരിക്കാനും ഒരു ഭാഗ്യം ലഭിച്ചു. പിന്നെ നമ്മളിപ്പോൾ കൗൺസിലറായിട്ട് തന്നെ തുടരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി മെമ്പറും കൂടിയാണ്. ഞാൻ ആദ്യമായി ജയിച്ചു വന്നപ്പോൾ നമ്മുടെ കരിയാമ്പറമ്പ് പാലത്തിന്റെ താഴെ കുറച്ച് കുടുംബങ്ങൾ അവിടെ ചെറിയൊരു ഷെഡൊക്കെ കെട്ടി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. NHന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവർ ഒഴിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ SC ഫ്ലാറ്റ് വരണം പീച്ചാനിക്കാട് സ്ഥലം വാങ്ങി അവരെ ISC ഫ്ലാറ്റിലേക്ക് അവിടെ ബിൽഡിംഗ് പണിത് നമുക്ക് താൽക്കാലികമായിട്ടൊരു ഷെഡ് കെട്ടി അവരെ താമസിപ്പിച്ച് പിന്നീട് അവർക്ക് വീട് തന്നെ പണിത് കൊടുത്ത് നമുക്ക് മാറ്റി പാർപ്പിക്കാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ TB നഗർ ഫസ്റ്റ് സ്ട്രീറ്റിന്റെ ലാസ്റ്റ് ഭാഗത്ത് അവിടെ ഒരു റോഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പാടത്തിന്റെ സൈഡിലായിട്ടാണ് കുറച്ച് കുടുംബങ്ങൾ താമസിച്ചിരുന്നത്. അതിനെ തന്നെ അവർക്ക് അവിടെ ഒരു റോഡ് നിർമ്മിച്ച് അവർക്കുള്ള ഇലക്ട്രിക് കണക്ഷനും വാട്ടർ കണക്ഷനും എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ 6-ാം വാർഡിൽ മത്സരിച്ചപ്പോഴും അവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നില്ല. നമ്മൾ 5 സെന്റ് സ്ഥലം അംഗൻവാടിക്ക് നമ്മൾ വാങ്ങിച്ചു. 2 സെന്റിന്റെ മാത്രമാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടിയത്. ബാക്കി 3 സെന്റിന്റെ സ്ഥലം നല്ലവരായ നാട്ടുകാരെ നമുക്ക് പിരിച്ചു തന്നു. അങ്ങനെ 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു മാതൃക അംഗൻവാടി നമുക്ക് പണിയാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ 5-ാം വാർഡിൽ വന്നപ്പോഴും നമുക്ക് വയോജനങ്ങൾക്ക് വയോമിത്രം പരിപാടിക്ക് ഈ മരുന്നുകൾ കൊടുക്കുന്നതിനൊക്കെ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. 2 സെന്റ് സ്ഥലം നമുക്ക് ഒരാൾ ഫ്രീ ആയിട്ട് വിട്ടു തന്നതിന്റെ ഫലമായിട്ട് നമ്മൾ അവിടെ ഒരു ബിൽഡിംഗ് പണിതു. അതുപോലെ മുകളിൽ ഷീറ്റിട്ട് ഒരു സംവിധാനം ഇരിക്കും. ഇന്നിപ്പോൾ അവിടെ ടീനേജേഴ്സ് അവിടെ വന്ന് അവരുടേതായ കളി പരിപാടി, ക്യാരംസ് ബോർഡ് കളി, അങ്ങനെ അവർക്ക് ഒത്തുകൂടി ഉല്ലാസത്തിനൊരു സൗകര്യം. താഴെയാണ് ഈ വയോജനങ്ങൾക്ക് വയോമിത്രം പരിപാടിയിൽ 2 വാർഡിന്റെ ഒരു 10-60 വയോജനങ്ങൾക്ക് അവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നതിനും അവരുടെ ബ്ലഡും ഷുഗർ ഇതൊക്കെ പരിശോധിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പകൽ വീട് സംവിധാനം അവിടെ ഒരുക്കി. നമുക്ക് പെട്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞു എല്ലാ വാർഡുകളിലും പകൽ വീട് ഒരുക്കണമെന്ന് പറഞ്ഞു. നമുക്ക് വേറെ ആരും അതിന് തയ്യാറായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വാർഡിൽ തന്നെ അത് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫണ്ട് എടുക്കാൻ സാധിച്ചില്ല. നമ്മൾ അവിടെ നമ്മളൊരു ലൈബ്രറി തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ TV സ്പോൺസർ ചെയ്തു. നെറ്റ്വർക്ക്, പത്രം, ക്യാരംസ് കളിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി. അതിനൊരു പകൽ വീട് സംവിധാനം അവിടെ ഒരുക്കി. ഇപ്പോൾ നമ്മുടെ 5-ാം വാർഡിൽ തന്നെ വയോജനങ്ങൾക്ക് ഒരു തണലിടം പദ്ധതി, അവരുടെ മാനസികമായി വൈകിട്ടൊക്കെ ഒന്ന് വന്ന് പുറത്തു വന്നിരിക്കാനും ചെയറൊക്കെ ഇപ്പം അതിൻ്റെ പകുതി പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇനി നമ്മൾ കുറച്ച് ചെയറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എക്സസൈസ് മെഷീൻ വാങ്ങിക്കാനും അവർക്ക് ചെറിയ രീതിയിൽ അവരുടെ ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. അതിൻ്റെ ഒരു പകുതി മുക്കാൽ പണിയും പൂർത്തിയായിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പുതിയ റോഡുകൾ നിർമ്മിക്കാനും എല്ലാ റോഡുകളും നമുക്ക് റീടാറിങ്ങും കോൺക്രീറ്റിങ്ങും ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാ വഴിയിലേക്കും നമ്മൾ വാട്ടർ കണക്ഷനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ലൈൻ വലിക്കാനും MLA MP ഫണ്ട് നമ്മുടെ ഈ 2 വാർഡിലേക്ക് 5-ാം വാർഡിലേക്കും 6-ാം വാർഡിലേക്കും MP-യുടെ MLA-യുടെയും വളരെ സഹകരണം ഉണ്ടായി. ഇപ്പൊ തന്നെ കല്ലുപാലം തൊട്ട് കോതലങ്കര വരെ 1,65,00,000 രൂപയുടെ വർക്കാണ് ഇപ്പൊ MLA ഫണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതെല്ലാം BMBC റോഡും
ഇപ്പൊ കോതളങ്കര തൊട്ട് കർഷങ്കാല വരെയും കട്ട വിരിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കാന നിർമ്മാണം, കലിങ്കിന് വീതി കൂട്ടല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് MP ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഹൈ മാസ്റ്റ്, മിനി മാസ്റ്റ് ലൈറ്റുകളെല്ലാം നമുക്ക് നമ്മുടെ വാർഡിലേക്ക് ഇട്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ വഴി ക്യാമറ, അതായത് വേസ്റ്റ് നിർമ്മാണത്തിന്റെ ഫലമായി അവിടെ ഇവിടെയൊക്കെ വേസ്റ്റ് വലിച്ചെറിയുന്നുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ക്യാമറ സംവിധാനം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും ബയോപോട്ട്, കോൺക്രീറ്റ് റിങ് ഇതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനൊക്കെ റെസിഡൻസ് വളരെയധികം സപ്പോർട്ടാണ് നമുക്ക് തന്നത്. എല്ലാവരെ കൊണ്ട് അത് മേടിപ്പിക്കാനും അത് ചെയ്യാനും എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആ സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് പാർട്ടി നേതൃത്വമായാലും എന്നെ ഈ കർത്തവ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയും ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ അടുത്ത കാൽവെപ്പ് നടത്തുകയാണ്. എല്ലാവരുടെയും പിന്തുണ എനിക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്